ആയിട്ടുണ്ട്, എടുത്തോ. ആ അതാർക്കമ്മ? അത് നിന്റെ പെങ്ങൾക്ക്. എന്നാ അവള് കുറച്ചും കൂടെ എടുത്തോട്ടെ, എന്റേന്ന് ഞാൻ കൊടുക്കാം. എടാ കുഴപ്പമില്ല, നീ കഴിച്ചോ. അവള് കഴിച്ചോട്ടെ എന്നേ, എന്റെ പെങ്ങളല്ലേ. ഞാൻ ഈക്വലായിട്ട് രണ്ടുപേർക്കും വിളമ്പിയിരിക്കുന്നേ, നീ കഴിച്ചോ. ഈക്വലായിട്ട് പാർട്ടീഷൻ ചെയ്ത് വീതിച്ചെടുക്കാൻ ഇതെന്ത് വല്ല കച്ചവടത്തിൽ നിന്ന് കിട്ടിയ ലാഭവിധാണോ? സഹോദര ബന്ധങ്ങൾക്കിടയിൽ പാർട്ടീഷൻ ചെയ്ത് വിഭജിപ്പിക്കല്ലേ അമ്മ, അതും ഭക്ഷണത്തിന്റെ കാര്യത്തില്. അല്ല മോനെ, ഞാൻ അവൾക്ക് കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ, എന്റെ പെങ്ങല്ലേ, കഴിച്ചോട്ടേന്ന് ഞാൻ ഇനിയും കൊടുക്കും. ഇത് ഞാൻ കൊടുക്കാം പിങ്കിക്ക്. അല്ലേ ഈ സിബ്ലിങ്സ് തമ്മിലുള്ള വഴക്കും വക്കാണും കുരുട്ടും പൊന്നാരൊക്കെ ഒരു പ്രായം വരെയുള്ളൂ, പിന്നീട് അങ്ങോട്ട് തേനും ചക്കരയായിരിക്കും. മെച്ചൂരിറ്റി വന്നേന്റെയാ. പിങ്കി മോളെ, ദാ നൂഡിൽസ് കഴിക്ക്. ഇതെന്റെ, ഇത് നിന്റെ. ഇത് ഞാൻ തന്നെ നിനക്ക് വിളമ്പി എടുത്തതാ, കഴിക്ക്. കൊറേ ഉണ്ട്. എന്ത് ചൂടാ. സംതിങ് വിസ്കി. അവൻ വിളമ്പിയതാണെങ്കിൽ കൂടുതലുള്ള പ്ലേറ്റ് അവൻ എടുത്ത് കാണും, എന്നിട്ട് കുറച്ചുള്ള പ്ലേറ്റ് ഈ പിഞ്ചിക്ക് തന്ന് ഇസ്കാൻ നോക്കുക. ബ്ലഡി ബാർബേറിയം ബ്രോ. എന്തേലും പറഞ്ഞോ? എനിക്ക് ഇത് വേണ്ട, അത് തന്നാ മതി. എന്ത് പറ്റി? ഞാൻ നിനക്ക് വിളമ്പിയതാ മോളെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പ്ലേറ്റിന്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല, അത് ഇഷ്ടപ്പെട്ടു, അത് മതി പ്ലീസ് ഏട്ടാ. ഓ അങ്ങനെയാണോ? എന്നാ ശരി, എടുത്തോ. മുളങ്ങി. നീ ആരാടാ പറ്റിക്കാൻ നോക്കുന്നേ? ദിസ് ഈസ് പിങ്കി, നോട്ട് ഡോങ്കി. ഇപ്പൊ എനിക്ക് കൂടുതൽ നൂഡിൽസ് കിട്ടി. മണ്ടി, ഇതറിയാവുന്നത് കൊണ്ട് തന്നെയാടി ഞാൻ അതിൽ നിന്നെടുത്ത് ഇതിലേക്ക് ഇട്ടത്. ഇപ്പൊ എനിക്ക് അതിരടി ലാഭം. അതിപ്പോ ഈ സിബ്ലിങ്സിന്റെ ഇടയിലുള്ള തുല്യതല്ലേ മമ്മി? അതിപ്പോ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടിയും കുറഞ്ഞു എന്നൊക്കെ ഇരിക്കും അല്ലേ? എന്നാലും ഇത് വല്ലാത്തൊരു കൂട്ടലും കുറയ്ക്കലും ആയി പോയടാ മോനെ. ഭാവിയിൽ വല്ല ബിസിനസ്സും ചെയ്യാൻ നോക്ക്, എന്തായാലും നഷ്ടക്കച്ചവടം ഉണ്ടാവില്ല.